കൊച്ചു സാറേ, എന്താ കാര്യം പറയുന്നേ? എനിക്ക് സസ്പെൻസ് താങ്ങാൻ പറ്റുന്നില്ല, അതാ. മതി മതി, എനിക്ക് ശ്വാസം മുട്ടുന്നു. മോണിക്ക. അതാരാ മോണിക്ക? മോന്റെ ക്ലാസ്മേറ്റാ? നോ, ഇപ്പോഴത്തെ അടിപൊളി സോങ്ങാ. ഓ, ഈ സന്തോഷത്തിന് കാരണം എന്താണെന്ന് അറിയണമല്ലോ. എന്നെ പുകഴ്ത്തിയ ടീച്ചർമാർ സംസാരിച്ചത്. എന്താ അമ്മ ചിരിക്കുന്നത്? അതല്ലടാ, ഞാൻ ചിരിക്കുന്നതല്ല. ഇങ്ങനെ ചെയ്തവന്റെ കരണ കുറ്റി നോക്കി 4 അടി കൊടുക്കണം. അതെ അമ്മേ, ആ കവിന് കുറച്ച് കുരുത്തക്കേട് ഓവറാ. അവനെ എങ്ങനെ ഫ്രണ്ട് ആക്കുന്ന എനിക്ക് അറിയില്ല. എനിക്ക് ശരിക്കും ഡ്രോയിങ് വരയ്ക്കാനും അറിയില്ല. സാരല്ല, നിനക്ക് അമ്മ ഡ്രോയിങ് പറഞ്ഞുതരാം. നീ ഒട്ടും വിഷമിക്കണ്ട, ഓക്കെ? അവനെ എങ്ങനെയെങ്കിലും നിന്റെ ഫ്രണ്ട് ആക്കാം, ഓക്കെ? അമ്മേ, അവനെ അത്രയും പെട്ടെന്നൊന്നും ഫ്രണ്ട് ആക്കാൻ പറ്റില്ല അമ്മേ. അങ്ങനെയൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. നാളെ ഞാൻ നിന്റെ സ്കൂളിൽ വരല്ലേ? അപ്പൊ നിന്നെ അവനെ ഞാൻ ഫ്രണ്ട് ആക്കിയേക്കാം. അത് ഞാൻ ഏറ്റു, ഓക്കെ അല്ലേ? ശരി ശരി, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? എന്താ അമ്മേ? നമ്മൾ 2 പേരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ശരി. അതെയോ? അങ്ങനെ എന്താടാ പോഴ്ത്തിയത്? ഇവൻ തീർച്ചയായും ക്ലാസ് ടെസ്റ്റിൽ കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ട്രീറ്റ് നടത്തിയാലോ? എടാ കവിൻ, വേഗം പറയടാ, എന്താ ഉണ്ടായത്? അച്ഛാ, ഞാൻ ഡ്രോയിങ് നന്നായിട്ട് വരച്ചെന്നും പറഞ്ഞ് സാറും പ്രിൻസിപ്പളും ചേർന്ന് ക്ലാസ്സിൽ വെച്ചൊരു പുകഴ്ത്തിയാ സംസാരിച്ചത്. എന്താ എല്ലാരും കാറ്റുപോയ ബലൂണ് പോലെ പെട്ടെന്ന് ഇരിഞ്ഞളഞ്ഞത്? ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു പോയി. എന്നോട് ചോദിക്കാതെ എന്താ വിചാരിച്ചത്? ഞാനൊന്നും പറയുന്നില്ല. ഇതിനാണോ ഡാൻസ് ചെയ്തത്? നീ എന്തോ ഫസ്റ്റ് റാങ്ക് വാങ്ങിയെന്ന് കരുതി സന്തോഷിച്ചതാ. അതെ, അതൊക്കെ എങ്ങനെ കിട്ടാനേ വല്ലേ? അച്ഛമ്മേ, എന്തെങ്ങനെയൊക്കെ പറയുന്നത്? ഡ്രോയിങ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതൊരു ക്രിയേറ്റീവ് ജോബാ. ആരെങ്കിലും വരച്ച പുസ്തകം മനസ്സുകൊണ്ട് കോപ്പി അടിച്ച് എക്സാമിന് കൊണ്ട് പകർത്തിയാ അതൊരിക്കലും ബോറാന്ന് പറയാൻ പാടില്ല. 1000-ൽ ഒരാൾക്ക് മാത്രമേ ഈ ടാലന്റ് ഉണ്ടാവൂ. അപ്പൊ മോൻ അസാമാന്യ കഴിവുള്ളവനല്ലേ? അബ്സല്യൂട്ട്ലി. എനിക്കും അസാമാന്യ കഴിവൊക്കെ ഉണ്ട്. ഞാനും നന്നായിട്ട് വരയ്ക്കും. അപ്പൊ താ ഒരു വൈഫൈ. ഡ്രോയിങ്ങിൽ നീ നല്ല പേര് വാങ്ങിയെന്നുള്ള കാര്യം സമ്മതിച്ചു. എന്നാ അതുകൊണ്ട് നിന്റെ ഫ്യൂച്ചറിന് യാതൊരു സപ്പോർട്ട് ഉണ്ടാകുന്നില്ല. ക്ലാസ് എക്സാംസിൽ നല്ല മാർക്ക് വാങ്ങിച്ചാലേ അടുത്ത ക്ലാസ്സിലേക്ക് നിനക്ക് പോവാൻ കഴിയുള്ളൂ. ഡ്രോയിങ് നീ നന്നായി വരച്ചിട്ട് പഠിത്തത്തിൽ മോശമായി കഴിഞ്ഞാ അത് നിന്റെ ഫ്യൂച്ചറിനെ നന്നായി ബാധിക്കും. നിങ്ങളുടെ സ്കൂളിലെ ഈ ഡ്രോയിങ് പീരീഡ് ഒരു പർട്ടിക്കുലർ ക്ലാസ് കഴിഞ്ഞ പിന്നെ ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലേ? സ്റ്റഡീസ് ആണ് വെരി ഇമ്പോർട്ടന്റ്. അതെടാ മോനെ, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയാലേ നമുക്ക് ക്ലാസ്സിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. ഡ്രോയിങ് നല്ല കാര്യമൊക്കെ തന്നെയാ. എന്നാ അത് നമ്മള് ഫ്രീ ടൈമിലിരിക്കുമ്പോ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അത്. അതുകൊണ്ട് നമ്മൾ അതിലെല്ലാം നേടിയതെന്ന് വിചാരിക്കരുത്. എല്ലാവരും എന്നെ പുകഴ്ത്തുമെന്ന് വിചാരിച്ചാ ഉപദേശം മാത്രം അച്ഛാ. നോക്ക് കവിൻ, നീ വരുന്ന മിഡ് ടേം ടെസ്റ്റില് ഫസ്റ്റ് റാങ്ക് വാങ്ങണം. മാർക്ക് ലിസ്റ്റ് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് നീ സന്തോഷമായിട്ട് ഡാൻസ് ചെയ്തോ, ആരും തടസ്സപ്പെടുത്തില്ല. നീ അങ്ങനെ ചെയ്യുന്നതാ ഞങ്ങൾക്ക് സന്തോഷം. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. അതേടാ കവിൻ, അച്ഛമ്മ പറഞ്ഞ വളരെ കറക്റ്റാ. നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത മിഡ് ടേം ടെസ്റ്റിന് നീ നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കേ. ഓക്കെ? കവിനോട് നിക്ക്. എന്താടാ?